ഓം ശാന്തി. മസ്തക സിംഹാസനത്തിൽ ഇരിക്കുന്ന ഞാൻ ഒരു പ്രകാശപുഞ്ചമാണ്. ഞാൻ വിദേഹി ആത്മാവാണ്. 5 തത്വങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ശരീരത്തിൽ നിന്നും തീർത്തും വേറെയാണ്. എൻ്റെ നിരാകാരി സ്ഥിതിയിലിരുന്ന് ഈ സാകാര ശരീരത്തിൻ്റെ ആധാരമെടുത്ത് കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മം ചെയ്യുന്നു. കർമ്മത്തിലും യോഗത്തിലും പൂർണ്ണമായും സന്തുലനം വയ്ക്കുന്നു. ഞാൻ കർമ്മയോഗിയാണ്. ഓരോ കാര്യത്തിലും ബാബയെ കരാവനഹാറാണെന്ന് മനസ്സിലാക്കുന്നു. സദാ നിമിത്തമായി കർമ്മം ചെയ്യുന്നു. മുഴുവൻ ഭാരവും ഒരു ബാബയ്ക്ക് നൽകി സദാ ലൈറ്റായിരിക്കുന്നു. എൻ്റെ കർമ്മവും യോഗവും കമ്പൈൻഡാണ്. ഞാൻ ഓരോ കർമ്മവും ബാബയെ കൂട്ടുകാരനാക്കി ബാബയോട് കമ്പൈൻഡായി ചെയ്യുന്നു. കർമ്മത്തെ യോഗത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ആത്മാവ് സ്വയം കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വേറിട്ട് കർമ്മത്തിൻ്റെ ഫലത്തിൽ നിന്നും ഡിറ്റാച്ചായി കർമാതീത അവസ്ഥയുടെ അനുഭവം ചെയ്യുന്നു. ഓരോ കർമ്മവും അശരീരി സ്ഥിതിയിൽ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമായി ചെയ്യുന്നു. ശരീരത്തിൻ്റെ ബന്ധനമില്ല. സ്വഭാവ സംസ്കാരത്തിൻ്റെ ബന്ധനമില്ല. വ്യക്തിയുടെയോ വൈഭവത്തിൻ്റെയോ ബന്ധനമില്ല. ഞാൻ സേവയും ബന്ധനമുക്തമായി ചെയ്യുന്നു. നിമിത്തമായി ചെയ്യുന്നു. സേവയിൽ സ്വാർത്ഥത്തിൽ നിന്നും ഉപരിയാകുന്നു. സൂക്ഷ്മബുദ്ധിയിലൂടെ സൂക്ഷ്മബന്ധനങ്ങളെ മനസ്സിലാക്കി സമാപ്തം ചെയ്യുന്നു. റോയൽ ആഗ്രഹങ്ങളിൽ നിന്നും കർമ്മക്കണക്കുകളിൽ നിന്നും മുക്തമാകുന്നു. ഓരോ കർമ്മവും സാക്ഷിയായി സ്നേഹിയും നിർമോഹിയുമായി ചെയ്യുന്നു. സദാ അലൗകിക ശ്രേഷ്ഠ ജീവന്റെ ലഹരിയിലിരിക്കുന്നു. ഞാൻ ബ്രഹ്മബാബയുടെ സമാനം നിരാകാരി നിർവികാരി നിരഹങ്കാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് കർമാതീത അവസ്ഥയുടെ
അനുഭവം ചെയ്യുന്നു. വായുമണ്ഡലത്തിൽ ശക്തിശാലി പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. ഞാനിപ്പോൾ പുതിയ സംബന്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കർമ്മബന്ധനങ്ങളെയും മറന്ന് കർമാതീതമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. നിർധനരായ കുട്ടികൾ ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഞാൻ എത്ര സാധിക്കുന്നുവോ അത്രയും ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും കമലപുഷ്പ സമാനം പവിത്രമാകുന്നു. എല്ലാ സംബന്ധങ്ങളും മറന്ന് ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ബാബയാണ്. ഭാവിയിലേക്ക് വേണ്ടി ബാബ എനിക്കെല്ലാം പുതിയത് നൽകുന്നു. പുതിയ സംബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ശാന്തിധാമം പിന്നെ സുഖധാമത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. കർമാതീത അവസ്ഥ നേടുന്നവർ ധർമ്മരാജപുരിയിൽ ഒരു ശിക്ഷയും അനുഭവിക്കുകയില്ല. യോഗത്തിന്റെ കുറവുണ്ടെങ്കിൽ ഗ്രഹപ്പിഴയുണ്ടാകുന്നു. സത്യമായ ലക്ഷ്യത്തിലെത്താൻ ഞാൻ ഓർമ്മയിലിരിക്കുന്നു. ബാബ മുന്നറിയിപ്പ് നൽകുന്നു. സാക്ഷാത്കാരം യാതൊരു പ്രയോജനവുമില്ലാത്തതാണ്. കേവലം ബാബയെ ഓർമ്മിച്ച് ഞാൻ 21 ജന്മത്തേക്ക് നിരോഗിയായി മാറുന്നു. അന്തർമുഖിയായി വിചാരസാഗര മഥനം ചെയ്യണം. ഈ കാര്യവും ഈ സംഗമയുഗത്തിലാണ്. ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് പുഷ്പമായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ജ്ഞാനം ലഭിക്കുന്നതും സംഗമയുഗത്തിൽ മാത്രമാണ്. ഞാൻ ബാബയുടെ അടുത്ത് വന്ന് പരിധിയില്ലാത്ത സമ്പത്തെടുക്കുന്നു. ഇത് മോശമായ പഴയ ലോകമാണ്. ഇതിനോട് പരിധിയില്ലാത്ത വൈരാഗ്യമുണ്ടാകുന്നു. കൽപ്പകൽപ്പം ബാബ വന്ന് എല്ലാ മനുഷ്യരെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് സുഖവും ശാന്തിയും നൽകുന്നു. നാടകം പൂർത്തിയാകുമ്പോൾ എല്ലാ അഭിനേതാക്കളും തിരിച്ചു പോകും. ശിവബാബയോടൊപ്പം പോകും. ഞാൻ കൈകൾ കൊണ്ട് ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ ബാബയുടെ ഓർമ്മ വയ്ക്കുന്നു. എത്ര ധാരണ ചെയ്യുന്നുവോ അത്രയും ജ്ഞാനത്തിൻ്റെ മൂല്യമുണ്ടാകുന്നു. ഇത് ആത്മീയ ജ്ഞാനമാണ്. ഞാൻ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ആദരവ് വയ്ക്കുന്നു. ഇത് വളരെ വലിയ സമ്പത്താണ്.
ബാബ വരദാനം തന്നിരിക്കുകയാണ്. ബാബയുടെ കുടക്കീഴിൽ ലോലമായ പരിതസ്ഥിതികളിൽ പോലും കമലപുഷ്പ സമാനം സ്നേഹിയും നിർമോഹിയുമായി ഭവിക്കൂ. സംഗമയുഗത്തിൽ ബാബ ഛത്രഛായയുടെ രൂപത്തിൽ സദാ കുട്ടികളുടെ സേവനം ചെയ്യുന്നു. ഓർമ്മിക്കുമ്പോൾ സെക്കൻഡിനുള്ളിൽ കൂടെയുണ്ടെന്ന അനുഭവം ചെയ്യിപ്പിക്കുന്നു. ബാബയെ സമീപത്ത് കൊണ്ടുവരുന്നതിലൂടെ, സ്വസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ പരിതസ്ഥിതികൾ പരിവർത്തനപ്പെടുന്നു. പ്രശ്നങ്ങളാകുന്ന മായ ഇടയ്ക്ക് വരാൻ അനുവദിക്കരുത്. എങ്കിൽ ബാബ കൂടെയുണ്ടെന്ന അനുഭവമുണ്ടായിരിക്കും. ഓം ശാന്തി.